ആഗോള കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച നടക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. റോമിലെ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ നടത്തുക. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾ യോഗത്തിനു ശേഷമാണ് സംസ്കാര തീയതി ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം തുടരുകയാണ്. പോപ്പിന്റെ മരണവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ കെവിൻ ഫെരൽ ആകും സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക. വത്തിക്കാന്റെ രാഷ്ട്രത്തലവൻ കൂടിയായ മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് സിറ്റി സ്റ്റേറ്റിൽ 9 ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന് മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും കല്ലറയിൽ ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയാകുമെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. നിരവധി വിശ്വാസികളാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി വത്തിക്കാനിൽ എത്തിച്ചേരുന്നത്. വത്തിക്കാനിൽ നിന്ന് ബിനു റാഫേൽ നൽകിയ റിപ്പോർട്ടിലേക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന വിശുദ്ധ പത്രോസിൻ്റെ ഈ ബസിലിക്കയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം പൊതു ദർശനത്തിന് വേണ്ടി വച്ചിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, തങ്ങളുടെ പിതാവിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ തന്നെ ഈ ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നീണ്ട നിരകൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബസിലിക്കയുടെ നേരെ മുൻപിൽ ഉള്ള ആ വലിയ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ബസിലിക്കയ്ക്ക് അഭിമുഖമായുള്ള വലിയ റോഡിൽ ഇവിടെ തന്നെ നമുക്ക് കാണാം ലക്ഷങ്ങൾ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് വത്തിക്കാൻ സ്ക്വയറിന് മുൻവശമാണ്. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. പാപ്പയെ അവസാനമായി കാണുവാൻ വേണ്ടി ലക്ഷങ്ങൾ ആൾക്കാരാണ് ഓൾറെഡി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും നമ്മുടെ പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും ഒത്തിരി പേരുകൾ വരുന്നുണ്ട്. അതികഠിനമായ ചൂടുകൊണ്ടെന്ന് എന്നാലും അത് അവഗണിച്ച് അവരുടെ പാപ്പയെ കാണുവാൻ വേണ്ടി 6 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിൽ കാണാനുള്ള ചെക്കിങ്ങിന് ശേഷമേ ആളുകളെ ബസിലിക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അത്രയും വലിയ സെക്യൂരിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും ബിനു റാഫേൽ.